ഈ രാജകുമാരിക്ക് കഴിക്കാൻ കൊടുത്ത ഫുഡ് ഇഷ്ടമാവാതെ തനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറയുന്നു. ഉടനെ റോയൽ ഷെഫ് തന്റെ സ്കിൽസ് യൂസ് ചെയ്ത് രാജകുമാരിക്കായി ഒരു ബൗൾ നൂഡിൽസ് ഉണ്ടാക്കുന്നു. പക്ഷേ രാജകുമാരി അത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് റോയൽ ഷെഫ് ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ചേർത്ത് വീണ്ടും ഒരു ബൗൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു. നോക്കുമ്പോൾ രാജകുമാരിക്ക് അതും ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ട് ദേഷ്യം വന്ന റോയൽ ഷെഫ് ആ ദേഷ്യത്തോടെ തന്നെ മൂന്നാമത്തെ ബൗൾ നൂഡിൽസും ഉണ്ടാക്കുന്നു. ഭാഗ്യത്തിന് രാജകുമാരിക്ക് അത് കഴിക്കാൻ തോന്നുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് വായിൽ വെച്ചപ്പോൾ തന്നെ അവൾ അത് തുപ്പുന്നു. അതുകൊണ്ട് അവസാനം രാജകുമാരി സ്വയം നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കുന്നു. അതേസമയം റോയൽ ഷെഫ് ഉൾപ്പെടെ കിച്ചണിലുണ്ടായിരുന്ന എല്ലാവരും ഒരു രാജകുമാരി എങ്ങനെയാണ് നന്നായി കുക്ക് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നു. പക്ഷേ രാജകുമാരിയുടെ നൈഫ് സ്കിൽസ് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അന്തം വിടുന്നു. കാരണം അവൾ ഓരോ വെജിറ്റബിൾസും കൃത്യമായ അളവിൽ കട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല അവൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. അതിനുശേഷം അവൾ എല്ലാ സ്പൈസസും പൊടിച്ചെടുത്ത് അവൾ തന്നെ ഒരു നൂഡിൽസ് മസാല ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അവൾ ഉണ്ടാക്കി വെച്ചതെല്ലാം പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് അവസാനം ആ മസാലയും ചേർത്തതും പെർഫെക്റ്റ് ആയ ഒരു നൂഡിൽസ് ബൗൾ റെഡി ആവുന്നു. ഉടനെ രാജകുമാരി ഒട്ടും സമയം കളയാതെ തന്നെ അത് കഴിക്കാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ നൂഡിൽസും കഴിച്ച് അതിന്റെ സൂപ്പും കുടിച്ചതിന് ശേഷമാണ് അവൾക്ക് തൃപ്തിയാവുന്നത്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു മെയ്ഡ് കൊതിയോടെ നോക്കി നിൽക്കുന്നത് കണ്ട് രാജകുമാരി അവളെയും കഴിക്കാൻ വിളിക്കുന്നു. ഹാപ്പിയായ മെയ്ഡ് അത് കഴിച്ചപ്പോൾ മുതൽ നിർത്താതെ രാജകുമാരിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും റോയൽ ഷെഫിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. വർഷങ്ങളായി റോയൽ ഷെഫായിരുന്ന അദ്ദേഹം കിച്ചന്റെ ഭാഗത്തേക്ക് പോലും വരാത്ത രാജകുമാരിക്ക് മുന്നിൽ തോറ്റുപോയിരിക്കുന്നു. തന്റെ തോൽവി അംഗീകരിക്കാൻ കഴിയാതെ ആ നൂഡിൽസിന്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിനായി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷെ അത് വായിൽ വെച്ചതും എല്ലാം തലകീഴായി മാറുന്നു. നോക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കാരണം അദ്ദേഹത്തിന് സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ രാജകുമാരിയെ പ്രശംസിക്കുന്നു.